അതെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പർപ്പസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ജാൻവി പഠിക്കുന്നത് മഹാഋഷി വിദ്യാമന്ദിറിലാണ്. ഓക്കെ, എല്ലാവർക്കും അറിയായിരിക്കും നമ്മളിവിടെ ചെന്നൈയിലാണ്. സോ ഇവര് ഓരോ വർഷവും നമുക്ക് പാരൻസിന് പണി തരുന്നതാണ് പ്രധാനപ്പെട്ടവരുടെ പണി. സോ എല്ലാ കൊല്ലവും ഇവർ പ്രോജക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോരോ വിഷയം അവർ കൊടുക്കും. സോ ഇവള് LKG-യിലായിരുന്നപ്പോൾ ഇവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആംബുലൻസ് ആയിരുന്നു. സോ ആംബുലൻസ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. 3D ഇതായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അതേപോലെ തന്നെ ആംബുലൻസിനെ കുറിച്ച് ഒരു 2-3 വാക്ക് ഇവർ പറയുകയും വേണം. ഓക്കെ, അപ്പം ഈ പ്രാവശ്യം UKG-യിൽ ഇവർക്ക് തന്നിട്ടുള്ളത് ഇവളുടെ പ്രോജക്റ്റിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിന്റർ സീസൺ ആണ്. സോ 2-3 ആഴ്ച കുറേ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കുറേ വീഡിയോസും അതും ഇതും എല്ലാം നോക്കിയിട്ട് ഞങ്ങൾ ഒരു വിന്റർ സീസണിൻ്റെ ഒരു പ്രോജക്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. സോ അത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വിന്റർ സീസണിൻ്റെ പ്രോജക്റ്റ്. ഇത് ഞാൻ ചെറുതായിട്ടൊരു വീട് തട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഇതൊരു ക്ലേ മേടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കബോർഡായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും ചെയ്തു. അതേപോലെ തന്നെ ഒരു ക്രിസ്മസ് ട്രീ ചെയ്തു. ഇത് ഫുള്ള് ഗ്രീൻ കളറിലെ പേപ്പർ കൊണ്ട് A4 ഷീറ്റും കൊണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ അത് ഇഗ്ലൂനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് അബി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് പേപ്പർ കൊണ്ടിട്ട് അബി ഉണ്ടാക്കിയതാണ്. സോ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു എന്താ പറയുക, പോണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അന്റാർട്ടിക്കയിലൊക്കെ ഞാൻ ഇതേപോലെ കണ്ടിട്ടുണ്ട്. ഐസിൻ്റെ ഇടയിൽ കുറച്ച് നല്ല ബ്ലൂ കളറിലെ വെള്ളമൊക്കെ ആയിട്ട്. സോ ആ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു പെങ്കിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എഗ്ഗ് കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. എഗ്ഗിൻ്റെ അടിഭാഗം പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനം മാറ്റി എന്നിട്ട് ഞാൻ പെയിൻ്റ് അടിച്ചു. 2 ചിറക് വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ 2 എൻ്റെ ബിന്ദിയാണ് വെച്ച് കൊടുത്തിട്ട് എൻ്റെ പൊട്ട് വെച്ച് കൊടുത്തു. ദെൻ ഒരു യെല്ലോ കളറിലത്തെ ഇതിൻ്റെ തന്നെ പേപ്പർ വെട്ടിയെടുത്ത് ഒരു മൂക്കും കൂടെ ശരിയാക്കി വെച്ച് കൊടുത്തു കേട്ടോ. മൂക്കല്ല, വായയും കൂടെ ശരിയാക്കി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം അതും കൂടെ ശരിയാക്കി വെച്ച് കൊടുത്തു. പിന്നെ പിസ്തയുടെ കുറച്ച് തൊണ്ടിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ദേ ഇവിടെയൊക്കെ ഈ പോണ്ടിൻ്റെ ചുറ്റും ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ സ്നോമാൻ. ഇത് എൻ്റെ അബിയുടെ സൃഷ്ടിയാണ്. അബി സോക്സിൽ ഇതേപോലത്തെ പഞ്ഞി നിറച്ച് പിന്നെ നടുക്ക് ഇങ്ങനെ ഒരു ബാൻഡോ എന്തോ വെച്ച് കെട്ടി ഇതേപോലെ സാറ്റിൻ റിബൺ കൊണ്ട് കെട്ടി നന്നായിട്ട് വെച്ചു കൊടുത്തു. പിന്നെ ഈ ഒരു ഭാഗം അപ്പം ഇതിൻ്റെ മറുവശമാണ്. അപ്പം അതെനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. സോ ഞാൻ അതിൻ്റെ ഇവിടെ ഒരു പെയിൻറ്, ഓറഞ്ച് കളറിലെ പെയിൻറ് അടിച്ചു കൊടുത്തു. ദെൻ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തു. പിന്നെ കണ്ണായിട്ട് ബ്ലാക്ക് പൊട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓറഞ്ച് കളറിലത്തെ പേപ്പർ കൊണ്ടിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഈ പഞ്ഞി ഇവളുടെ പഴയ ഒരു പാവയുടെ ഉള്ളിലുണ്ടായിരുന്ന വെച്ചാൽ പഞ്ഞിയാണ്. അതുകൊണ്ടിട്ട് ഇത് ഫുള്ളും ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പം ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയതിൽ ഏറ്റവും ടഫ് ഉണ്ടാക്കാനായിട്ട് ഈ വീടെന്ന് പറയുന്ന സംഭവമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയത്. ബാക്കിയൊക്കെ നമുക്ക് ഓക്കെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എന്നാലും ഇത് ഉണ്ടാക്കണതിൻ്റെ അത്രയും എഫേർട്ട് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. അപ്പം ഇതാണ് അവളുടെ ഒരു പ്രോജക്റ്റ്. സോ ഇനി ജാൻവി വിന്റർ സീസണിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. പറ. വിന്റർ ഈസ് ദ കോൾഡ് സീസൺ. ഓക്കെ, പിന്നെ we wear sweaters and jackets in winter. Ini we like to drink hot milk and soup. Very good. Ini weather is cool and windy. windy. Okay, പിന്നെന്തായിരുന്നു? Day days
short. ഓക്കെ, Night is long. വെരി ഗുഡ്. അപ്പോൾ ഇതാണ് 6-ാം തീയതി 6th ഡിസംബർ 6th പ്രോജക്റ്റ്. ഡിസംബർ 1st അതായത് നാളെ ഇത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ 6th ഇത് പറയേണ്ടത്. അപ്പോൾ ഒത്തിരി പ്രോജക്ട്സും ബാക്കിയുള്ള കുട്ടികളുടെ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ചിലർക്ക് ബേർഡ്സ് അങ്ങനെ. ഓക്കെ, അപ്പോൾ 6th അപ്പോൾ ഇപ്പം കുറച്ചൊക്കെ ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 6th ആകുമ്പോഴത്തേക്കും ഫുള്ള് ഞങ്ങൾ റെഡി ആവും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.